കൊഞ്ചു നേരത്തെ പറഞ്ഞ എത്ര സ്റ്റെപ്പുള്ളവരോ 781 സ്റ്റെപ്പുകളാണ് ഉള്ളത്. അടിപൊളി കിടിലൻ വ്യൂ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഓ പൊളി പൊളി. നമ്മളെ കയറി വന്ന വഴിയാണ് ഇത്, കണ്ടല്ലേ? ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ കോട്ടയുടെ എല്ലാ ഭാഗത്തും, മുകൾ ഭാഗത്തെ വ്യൂ ആണെങ്കിലും താഴത്തെ വ്യൂ ആണെങ്കിലും, ഈ താഴത്തെ തന്നെ എല്ലാ ഭാഗത്തും ഒരു കോർണർ പ്രസൻറ്റ് വ്യൂ, ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലത്തെ ആ ഒരു പരിപാടിയൊക്കെ നടക്കുന്ന വ്യൂ ആണെങ്കിലും സെൻറ്ററിലത്തെ വ്യൂ എല്ലാം കാണാൻ പറ്റും. ഇഞ്ചോ ഞാൻ ശരിയാണ്. അയ്യോ രക്ഷയില്ലാത്ത വ്യൂ ആണ്. കിടിലൻ വീടിൻ്റെ കല്ല് ഇതാ നേരെ പറഞ്ഞ ആദ്യം ഉണ്ടല്ലോ നേരെ ഇതുപോലത്തെ ഈ വലിയ കല്ലില്ലേ, പാറക്കല്ല്, ഈ ഒരു കല്ലിൽ കൊത്തിയിട്ടാണ് ഇവർ ആദ്യം ഇത് ഉണ്ടാക്കിയത്. കോട്ട ഉണ്ടാക്കിയില്ലേ, ഇതുപോലുള്ള കല്ലുകളില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ആ വലിയ പാറക്കുന്ന്, പാറയുടെ വലിയ കുന്നിൻ്റെ മുകളിൽ നിന്ന് ആ പാറ തന്നെ കൊത്തിയിട്ടാണ് ആദ്യം കോട്ട ഉണ്ടാക്കിയത്. പിന്നെ പാറയൊക്കെ വെച്ച് കട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ കോട്ട ഉണ്ടാക്കിയത്. കൊഞ്ച് ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു വ്യൂ ഇങ്ങനെ ആസ്വദിക്കുന്നല്ല കൊഞ്ച്. എന്താ കിടോ കിടോ. അത് കറക്റ്റ് അത് പോയിന്റ് കേട്ടോ. നമ്മൾ സ്റ്റെപ്പ് ഏകദേശം തീർന്നതെന്ന് വിചാരിച്ചു, പക്ഷേ ഇതുവരെ സ്റ്റെപ്പ് തീർന്നിട്ടില്ല. എനിക്കത് പ്രിസൺ ആണെന്നാണ് തോന്നുന്നത്. ഇവിടുത്തെ പ്രിസണാണത്. ജയിൽ, ഇതാണ് പ്രിസൺ. ഓ പണ്ടത്തെ പ്രശ്നമാണത്. ഹരിയാകൃഷ്ണ ജഗന്നാഥ പ്രേമാനന്ദ ക്യാഹുവ. സ്റ്റെപ്പ് കയറി നടന്നോ, ക്ഷീണിച്ചല്ലേ എന്ന് ഇത് തീരൂലേ? അവസാനം നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കയറിയിട്ട് ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത്, കോട്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിൽ ഈ കോട്ടയുടെ ചുറ്റും ഹൈദരാബാദാണ്. ഹൈദരാബാദിലെ ഫുൾ വ്യൂ, അതായത് എവിടെ നോക്കിയാലും കണ്ണത്താ ദൂരത്ത് നമുക്ക് ഇതിൻ്റെ ഒരു വ്യൂ കാണാൻ വേണ്ടി പറ്റും. അങ്ങ് താഴെ കണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ കണ്ടോ, അത് കണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. ഇത്രയും 780 800ഓളം സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ കോട്ടയുടെ മുകൾ ഭാഗത്ത് എത്തിയത്. നമ്മൾ നേരത്തെ ആ നിന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും മുകളിലോട്ട് വരാൻ പറ്റും. ഇവിടെ ഒരു വലിയൊരു ശ്രീരാമൻ്റെ ഒരു വലിയൊരു ശിവൻ്റെ ഭദ്രകാളി ഒക്കെയുള്ള ഒരു അമ്പലമാണ്. ഈ ഒരു വലിയ കോട്ടേൻ്റെ ഏറ്റവും ഉയരത്തിൽ വലിയൊരു പാറക്കല്ലിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു അമ്പലം, ഈ ഒരു ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു അമ്പലത്തിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് താഴേക്ക്. അപ്പോൾ ഇവിടെ തന്നെ ഇതിൻ്റെ ഈ ഒരു പാറേൻ്റെ മുകളിലൊരു മരവും കൂടിയുണ്ട്. ഈ സംഭവം ഈ പാറേൻ്റെ മുകളിൽ എങ്ങനെയാണ് ഈ ഒരു മരം വന്നതെന്ന് എങ്ങനെയാണ് അറിയില്ല. ഇതിൻ്റെ മുകളിലുള്ള വ്യൂവും ഇവിടുത്തെ ഒരു എന്താ പറയുക, നല്ല തണുപ്പാണ് ഇവിടെ. ചൂട് തീരെ അറിയാം. നട്ടുച്ചയാണ് ഇപ്പോൾ സമയം. 1 മണി 2 മണി കഴിഞ്ഞു. ഈ ഒരു സമയത്ത് ഇവിടെ ചൂട് തീരെ അറിയുന്നില്ല. നല്ലൊരു കാലാവസ്ഥയാണ്. എന്ത് സംഭവം, ഇതിൻ്റെ മുകളിൽ മരങ്ങൾ, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഇതാണ് ഇപ്പം നമ്മൾ പോയ അമ്പലം, ഒരു ജഗന്നാഥ ടെമ്പിളാണ്. ഈ ഒരു സംഭവം നമ്മൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്തതാണ്. ഇങ്ങനൊരു സംഭവം നമ്മൾ സാധാരണ ഇതിൻ്റെ മുകളിൽ പാറേൻ്റെ മുകളിൽ ആ ഒരു വെയിൽ ആയിരിക്കുന്ന, പക്ഷേ ഇതിൻ്റെ മുകളിലാണ് ഈ ഒരു എന്താ പറയേണ്ടത്, കുറേ മരങ്ങളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ. നീ അത് കണ്ട, ആ അമ്പലം കണ്ട, നമ്മളിപ്പോൾ പോയ അമ്പലം കണ്ട, ആ പാറ കണ്ട, ഏറ്റവും വലിയ പാറ ഇങ്ങനെ ചെങ്കുത്തായി നിൽക്കുന്ന രണ്ട് പാറ, അതിൻ്റെ ബാക്കിൽ ഒരു പാറ ഇങ്ങനെയുണ്ട്. ഇത് ഈ അമ്പലം ശരിക്കും പറഞ്ഞാൽ ജഗന്നാഥ ടെമ്പിളാണ്. ശ്രീ ജഗന്നാഥ ടെമ്പിളാണ് ഈ അമ്പലം. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് എനിക്കൊന്ന് ഹൈദരാബാദ് ജഗദംബ ടെമ്പിൾ, കറക്റ്റ്, സോറി എനിക്ക് മാറിപ്പോയാണ്, ജഗദംബ ടെമ്പിളാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ ഗണ്ടിക്കോട്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത്, അവിടെ നിന്ന് വീണ്ടും സ്റ്റെപ്പ് കയറിയിട്ട് അതിൻ്റെയും ഉയരത്തിലാണ്. ഈ സ്റ്റോണൊക്കെ നാച്ചുറലായിട്ടുള്ള സ്റ്റോണാണ്, ആരും എടുത്ത് ഇറക്കി വെച്ചതെന്നല്ല. പ്രതാപരുദ്രയും അതുപോലെ രുദ്രമാദേവി, തമിഴൊരു സിനിമ ഉണ്ടല്ലോ, അതിൽ നിന്ന് എടുത്തിട്ടാണ് ഈ തെലുങ്കിലത്തെ രുദ്രമാദേവി എന്നുള്ള സിനിമ തന്നെ ഇറക്കിയത്. അപ്പോൾ സെയിം ആളാണ് രുദ്രമാദേവിയും അതുപോലെ ആണ് ഈ സിനിമ ശരിക്കും വന്നത്. അതെ, ഈ ഒറിജിനലാണ് രുദ്രമാദേവി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനലാണ്. സിനിമയിൽ കുറച്ച് ഫിക്ഷൻ വേണ്ടി ആഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഈ കാകതീയന്മാരാണ് ഈ ഒരു അമ്പലം, കാകതീയന്മാരാണ് ഇത് ആദ്യം ഉണ്ടാക്കിയത്.
അപ്പോൾ അതിനുശേഷമാണ് നേരെ തൊട്ടിതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് അവിടെ ഒരു വേറൊരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ദർബാർ ഹാളാണ്, ദർബാർ ഓഡിയൻസ് ഹാളാണ് ഇവിടുത്തെ. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ദർബാർ ഹാളിൽ നിന്നുള്ളൊരു പുറത്തേക്കുള്ളൊരു വ്യൂ ആണിത്. കുഞ്ചു മീരങ്ങ് താഴെ അങ്ങ് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിതിൻ്റെ മുകളിലോട്ട് കയറി. ഇതൊരു ഡബിൾ സ്റ്റോറി ബിൽഡിങ്ങാണ്, 2 നില ബിൽഡിങ്ങാണ് ഈ ഒരു നമ്മളിപ്പോൾ കയറി ഈ ഒരു ഓഡിയൻസ് ഹാൾ എന്ന് പറയുന്നത്. കാണുമ്പം ദൂരത്ത് കാണുമ്പോൾ ചെറുതാണെങ്കിലും കയറി വരുമ്പോൾ അത്യാവശ്യം വലിയ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത്. കുഞ്ചു മീരങ്ങ് താഴെ കണ്ട്. കുഞ്ചു കണ്ടോ? വരുന്നോ? മുകളിലേക്ക് വരുന്നോ കുഞ്ചു? വാ വീണ്ടും കുറച്ച് സ്റ്റെപ്പ് കയറണം. വാ നല്ല വ്യൂ ആണ്, കിടിലൻ വ്യൂ ആണ്. വാ അങ്ങ് നമ്മൾ വന്ന് അങ്ങ് അതുവഴിയാണ് നമ്മളിങ്ങനെ വന്നത്. അവിടെ ഇങ്ങനെ കാറ് വെച്ച് നമ്മളിതുവഴി വന്ന് അവിടെ നിന്ന് നമ്മൾ എൻട്രൻസിൽ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അതുവഴി കറങ്ങി ഈ സെൻറ്ററിൽ നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലോട്ട് ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ കയറി വന്നത്. അപ്പോൾ നമ്മൾ ഗോൽക്കൊണ്ട ഫോട്ടോയ്ക്ക് കംപ്ലീറ്റ് കറങ്ങി ചുറ്റി വന്നു. ഒരുവിധം അത്യാവശ്യം ടയർഡായി. കാരണം ഇത്രയും സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. 750 സ്റ്റെപ്സാണ് പറഞ്ഞത്. എനിക്കത് അതൊന്നും അല്ലാന്ന് തോന്നുന്നു. നമ്മൾ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു വന്നല്ലോ, ഇങ്ങോട്ട് വന്നു. ഒരുപാട് കയറാനുണ്ട്. കയറിയില്ലെങ്കിൽ നമ്മളിവിടുന്ന് കാണുമ്പോൾ കുറച്ചേ ഉള്ളെന്ന് വിചാരിച്ചാൽ ഒരുപാടുണ്ട്. കയറിയില്ലെങ്കിൽ എത്തില്ല. അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു അമ്പലം, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഓഡിയൻസ് ഹാൾ വേറെ, എല്ലാം കംപ്ലീറ്റ് അവസാനം വരെ നമ്മൾ കയറിയിട്ട് വന്നു. അപ്പോൾ എന്തായാലും മീര് ഓൾറെഡി നേരെ ഇങ്ങോട്ട് തിരിച്ച് പകുതി എത്തുമ്പോഴൊക്കെ തന്നെ പകുതി കാറ്റ് പോയി. ഓക്കെ, കൊഞ്ചു സ്റ്റിൽ ആക്റ്റീവാണ്. അവന് മതിയായിട്ടില്ല, അവൻ സ്റ്റിൽ ആക്റ്റീവാണ്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.